ഇന്നത്തെ ചിന്തകൾക്ക് ആധാരമായിട്ടൊരു വചനഭാഗത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. ലൂക്കോസ് 9-ന്റെ Luke chapter 9 verse 1, Matthew chapter 10 verse 1. അധികാരവും കൊടുത്തു. അടുത്ത് പറഞ്ഞത് അപ്പവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. മതി. ഇനി 10-ന്റെ ഒന്നുകൂടെ വായിച്ചു. അധികാരം കൊടുത്തു. ഇനി 2 വിഷയങ്ങളെ ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അതിൽ ദൈവം നൽകുന്ന നമുക്ക് ശക്തിയും അധികാരവും. ഹല്ലേലൂയ. നമുക്ക് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തിക്കും അധികാരത്തിനുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അതാ മോൾ വായിച്ചു, ഏതെങ്കിലും വായിച്ചു. Hallelujah. God his 12 disciples together and gave them power and authority. ദൈവം അവർക്ക് എന്ത് ചെയ്തു? അധികാരവും ശക്തിയും നൽകുവാനായിട്ട് അത് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനായി ഇന്ന് പകൽ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിനാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് അതേ സ്തോത്രം. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. ദൈവശക്തി പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവശക്തിയും അധികാരവും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദൈവ പൈതലിന്റെ മേൽ ദൈവം അണിയിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇത് പകൽ നമ്മൾ എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് എന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ ശക്തിയാണ് നമ്മുടെ മേ എന്ത് ചെയ്യുന്നത്? എന്റെ കഴിവല്ല. ഒത്തിരി കഴിവുള്ളവരോടെയുണ്ട് അല്ലെ? ഒത്തിരി പ്രഗത്ഭരായ വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ കാണാം, നമുക്ക് പരിചയമുള്ളവർ കാണാം. എന്നാൽ നമ്മുടെ മേൽ നിറഞ്ഞിരിക്കുന്ന ദൈവശക്തിയുടെ ആഴമളക്കാൻ നമുക്കാർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷവും ലൂക്കോസ് ഇന്നലെ ശുശ്രൂഷയിൽ ഈ ഭാഗത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. വളരെ ചുരുക്കം പേരെ ഞങ്ങൾ ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കും, അവർക്ക് ഒരു ആവർത്തനം പോലെ തോന്നും. അതുകൊണ്ട് എന്താണ് അത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയാഞ്ഞത് കൊണ്ട് അതിലേക്ക് കൂടെയാണ് ഞാൻ ഇന്ന് പ്രവേശിക്കുവാനായിട്ട് അത് ഇടയായിരുന്നത്. അതിന്റെ തുടക്കം അങ്ങനെയാണെങ്കിലും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇന്ന് പകൽ ചിന്തകൾക്ക് കർത്താവിന്റെ ഉള്ളിലേക്ക് ആ ഒരു ആലോചനയെ നൽകിയപ്പോൾ അത് ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ അത് ശരണപ്പെടുകയാണ്. ദൈവമക്കളുടെ എല്ലാവരുടെയും നിറഞ്ഞ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു എന്താണ് സ്തോത്രം, പ്രിയപ്പെട്ടവരുടെ നടുവിൽ നിൽക്കുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവജനത്തിന്റെ കൂടെ നിൽക്കാൻ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ദൈവമക്കളുടെ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ അതേ സ്തോത്രം ഏറ്റവും അനുഗ്രഹമായി ഏറ്റവും വളരെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഒത്തിരി കർത്താവിന്റെ ദാസനെ മകനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ചർച്ചകോടിലാണ് മെമ്പർഷിപ്പ് എങ്കിലും ഇവിടുത്തെ ബെഥേലിന്റെ കുടുംബാംഗാന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ മെമ്പർഷിപ്പ് ഇവിടുത്തെ അംഗമാണ്. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ ത്യാഗോജ്ജലമായിട്ട് കർത്താവിന്റെ വേണ്ടി. അതുകൊണ്ട് നമ്മൾ എന്നും പറയും ഞാൻ പോവുക എന്ന് പറയും. ഞാൻ വിട്ടാ പോകുമെന്ന് മറ്റേ ആൾ പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് വിടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകാതെ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഫാസ്റ്റൊക്കെ ഉണ്ടല്ലോ നല്ല പാട്ടൊക്കെ പാടാനായിട്ട്. അപ്പം എന്റെ പാട്ട് അത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം എന്റെ ഉലകത്തിൽ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു വലിയ സന്തോഷമുണ്ട്. അതിന്റെ വലിയ അഭിമാനത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ പാട്ട് പാടിയെന്ന് വരാം. ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മുടെ ഒരു ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ വേദനകളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ ഭാരങ്ങളിൽ നമുക്കൊരു കൈത്താങ്ങൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. അത് ആള് നോക്കി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സെറ്റപ്പുകൾ നോക്കി ആയിരിക്കത്തില്ല. അവിടെ എല്ലാ സെറ്റപ്പുകളും ഒന്നും ഇല്ലെങ്കിലും സീറോ ആണെങ്കിലും അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് നമ്മൾ ഒരു കൈത്താങ്ങൽ കൊടുത്താൽ, ഒരു കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം മാറ്റങ്ങൾക്ക് വേണ്ടി 3 ദിവസം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു. അതേ സ്തോത്രം. നിറകണ്ണുകളോടെ ഞാൻ പറയട്ടെ, ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ.
അതെ ഇന്ന് അതെ പകലിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ശുശ്രൂഷകൾക്ക് ആരുടെ വിഷയമാകട്ടെ, ആരുടെ പ്രാർത്ഥന വിഷയമാകട്ടെ, ആരുമാകട്ടെ, അവർക്ക് വേണ്ടി അവരുടെ സ്വഭാവം നമ്മൾ നോക്കണം അല്ലേ? സ്തോത്ര. അവരുടെ കുടുംബമഹിമ ഒന്നും നമ്മൾ നോക്കണം. നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവൻ ഇവിടെ വന്ന് ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാത്തിനും ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹവും നന്ദിയും കടപ്പാടുകളും ഉണ്ടായിരിക്കും. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഞങ്ങളെ ഓർക്കണമെന്ന് വീണ്ടും അത് അറിയിക്കുകയാണ്. സ്തോത്രം. ശക്തമായി ശുശ്രൂഷയിൽ ദൈവം പ്രയോജനപ്പെടുത്തട്ടെ. അനുഗ്രഹീത ഒരു ഗായകനാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് നിലയിൽ ആരാധന നയിക്കുവാനാണ്. ഗായകരെക്കാളും എനിക്കിഷ്ടം ആരാധന നയിക്കുന്നവരെയാണ് കൂടുതലായിട്ട് എനിക്കിഷ്ടം. കാരണം പാട്ട് പാടാനായിട്ട് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രസിദ്ധനായ ഒരു വ്യക്തി അതേ സ്തോത്രം ശുശ്രൂഷയ്ക്ക് വിളിച്ചു എന്നോട്, ഞാൻ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നു, എന്നോട് പറഞ്ഞു, ആശാ എനിക്ക് പറഞ്ഞ ആശാ എനിക്ക് ആരാധന പറ്റത്തില്ല, ആശാൻ ആരാധന സമയത്ത് എന്ത് ചെയ്തോളാം, ആരാധന ഒന്ന് നയിച്ചോളാം. എന്താ അതിന്റെ കുഴപ്പം? സ്തോത്രം. എന്നിൽ അത്ര എന്താണ് ഒരു അഭിഷേകവും ഒരു ആത്മശക്തിയും ഇവിടെ വരുന്നില്ല. എനിക്ക് പാടാൻ മാത്രമേ അറിയത്തുള്ളൂ. പാട്ട് തീരുമ്പോഴത്തേക്ക് അച്ചായൻ സ്റ്റേജിലോട്ട് എഴുന്നേറ്റ് നിന്നാണ് പറഞ്ഞോണ്ട് പിന്നെ അച്ചായനെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അന്നേരം എഴുന്നേറ്റ് നിൽക്കുകയും നമ്മളത് ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഓർക്കുക എത്ര പേർക്ക് അതിന് സാധിക്കാതിരിക്കുന്നു. എന്നിട്ട് പാടാൻ കഴിയുമ്പോൾ, പാട്ട് പാടുമ്പോൾ തന്നെ ആത്മനിറവിൽ അതിനെ എന്തിയാണ് ആരാധന നയിക്കുവാൻ, അന്യഭാഷകൾ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുവാൻ അത് കഴിയുന്നതും അത് വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്ര. പ്രിയ മകനെ ഓർത്ത്, പ്രിയ സാറയൊക്കെ ഓർത്തുന്ന ദൈവത്തിനൊന്ന് സ്തോത്രം, ജീവനെയൊക്കെ ഓർത്ത് ഹല്ലേലൂയ കർത്താവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറഞ്ഞു വന്ന സ്തോത്രം സമയം എന്റെ മുൻപിൽ കുറവായതുകൊണ്ടും അതുമാത്രമല്ല ഇനി മുൻപോട്ട് അധികം സമയങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. വചനത്തിന്റെ ആ സ്തോത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാത്രം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വായിക്കുന്ന ഒരു ഭാഗം, തനിക്ക് ബോധിച്ചവരെ കർത്താവ് വിളിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ആമുഖം തന്നെ ആവർത്തിക്കുന്നു. ഇന്ന് സ്തോത്ര, ദൈവത്തിന് ബോധിച്ചവരെ എന്ത് ചെയ്യുന്നുണ്ട്, കർത്താവ് വിളിച്ചു. കർത്താവിനെ ബോധിച്ചവരെയാണ് കർത്താവ് എന്ത് ചെയ്തത്, വിളിച്ചത്. ബോധിച്ചവരെ വിളിച്ചു. ഇവിടെ വായിക്കുന്നു എന്ത് ചെയ്യുന്നു, 12 വരെ വിളിച്ചു. അപ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിന് ബോധിച്ച ആ ഒരു നിലയെക്കുറിച്ചാണ് എന്റെ അകത്ത് വന്ന വലിയ വെളിപ്പാട്. സ്തോത്രം. ദൈവത്തിന് നമ്മെ ബോധിച്ചു എന്ന് പറയുന്നത് എത്ര അനുഗ്രഹമാണ് ജോളിയാറ്റി. ഹല്ലേലൂയ. അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാരും നമുക്ക് ബോധിക്കാറുണ്ടോ? ഇനി പക്ഷെ എനിക്കാനെ ബോധിക്കത്തില്ല. വെറുതെ പറഞ്ഞു. സ്തോത്രം. ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിച്ചെന്ന് ഹല്ലേലൂയൊക്കെ പറയുന്ന ആളാ ഞാൻ. വെറുതെ പടക്കണ്ട. ഹല്ലേലൂയ. അല്ലേ? എനിക്ക് ജിനുവാനെ ബോധിച്ചിട്ടില്ല. അല്ലേ? എനിക്ക് ജിനുവാനെ ബോധിച്ചിട്ടില്ല. എന്താ കാരണം? നമ്മളെല്ലാം മനുഷ്യൻ അല്ലെ ബേബി ആന്റി? നമുക്ക് ചിലരെ ഒന്നും ബോധിക്കത്തില്ല. അല്ലെങ്കിൽ ഇതിനാന്റി നമുക്ക് ചിലരെ ബോധിക്കത്തില്ല. എന്താ കാരണമെന്നറിയാമോ? അവരുടെ ഒന്ന് സ്വഭാവവും പെരുമാറ്റവും ഇടപെടലും അങ്ങനെയാണ്. അല്ലെ? ഒരു സഭയിൽ വരുന്ന എല്ലാവരും എല്ലാവർക്കും ബോധിക്കണമെന്നുണ്ടോ ഷാജ്യങ്ങളെ? ഇല്ല. ഒരു പള്ളി വരുന്ന എല്ലാവർക്കും പറ്റത്തില്ല. അല്ലേ? സ്തോത്രം. പാസ്റ്റർക്ക് എല്ലാവരെയും ബോധിക്കണമെന്നുണ്ടോ? അതിന് ക്വസ്റ്റ്യൻ മാർക്കാ അല്ലേ? അത് നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ചിട്ട് അടുത്ത പ്രാവശ്യം മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. സ്തോത്രം. അപ്പൊ എല്ലാവരും എന്താണ്, നമുക്ക് ബോധിക്കത്തില്ല. ബോധിക്കാത്തതിന്റെ കാരണം എന്താ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പെരുമാറ്റം, സ്വഭാവം. എന്റെ നിങ്ങളുടെയും അതേ സ്തോത്രം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നടന്ന ഇന്റർവ്യൂവിൽ അവർക്ക് ബോധിച്ചിട്ടല്ല അവരെ എന്താണ് എടുത്തത്. ബോധിക്കുക എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിങ്ങൾ ഇന്ന് പകലൊന്ന് കൊണ്ടുവരികയാണ്. എന്താ എടുത്തത്? അവർക്ക് ചില യോഗ്യതകൾ ഉള്ളത് കൊണ്ട് അവരെ എടുത്തത്. അല്ലേ? സ്തോത്രം. ഒരു കമ്പനിയുടെ ഒരു MD ആണ്. അദ്ദേഹത്തിന് പലരെയും റിക്രൂട്ട് ചെയ്യാനൊക്കെ പല സ്ഥലങ്ങളും പോകുന്നുണ്ട്. സൗദി അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുന്നു. അദ്ദേഹം എന്താ ഒരു കാർപ്പൻഡറെ എടുക്കണമെങ്കിൽ ആ ജോലിയിൽ നൈപുണ്യമുള്ള ആളെ എടുക്കത്തുള്ളൂ. അല്ലേ? ഒരാളെ വിളിച്ചു മാറ്റി ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത് കണ്ടാ നല്ല ഒരു 6 അടി പൊക്കമുണ്ട്, വെളുത്ത് നല്ല സുന്ദരനാണ്. അല്ലെ? ഇവനെ ജോലി എടുക്കുക. മറ്റേ റില്ലി എന്ന് മിഷൻ പിടിക്കാൻ അറിയാത്തവൻ, ഉളി പിടിക്കാൻ അറിയാത്തവൻ, കുട്ടൂടി പിടിക്കാൻ അറിയാത്തവനെ, ഇതുകൊണ്ട് യാതൊരു പരിചയമില്ലാത്തവനെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തലവേദനയാണ്. അവൻ ഇനി ഇച്ചിരി ഡിമ്മായിട്ടിരുന്നാലും 4 അടി പൊക്കമുള്ളൂ, കുഴപ്പമില്ല. അല്ലേ? കണ്ടാ വലിയ ഭംഗിയൊന്നും. അവനെ എന്താണ് ഇവന് എന്നായാലും ആട്ടെ, എന്റെ ജോലി ഭംഗിയായിട്ട് നടന്നാൽ മതി. അല്ലേ? ഓ, മനസ്സിലായോ? സ്തോത്രം. യോഗ്യത വെച്ചാണ് ഈ ലോകം മുഴുവനും എന്താണ് നേഴ്സസിനെ എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്? അല്ലേ? എല്ലാം നല്ല മിടുക്കരും, എല്ലാവരും കണ്ടാൽ നല്ല മിടുക്കരൊക്കെയാണ്. നേഴ്സുമാരൊക്കെ വലിയ കുഴപ്പമില്ലാത്തവരാണ്. ഒരു സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അല്ലെ, എല്ലാവരും നല്ല ഇതാണ്.
എന്നാ എല്ലാരും എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? എല്ലാരും എന്താണ് ഈ കുവൈറ്റിൽ എത്രയോ പേരുണ്ട് അല്ലെ, കണ്ടാമെടുക്കരും അല്ലെ, വലിയ കുടുംബ മഹിമയുള്ളവരും സമ്പത്തുള്ളവരും, ഇങ്ങനെയല്ല എടുക്കുന്നത് അല്ലെ. എന്താ അവർക്ക് ഒരു യോഗ്യതയുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യണം അല്ലെ. എന്താണോ നിങ്ങൾ നഴ്സിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് അതറിയാം. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുമ്പോൾ അതിനകത്ത് എന്താണ് ആ പ്രാവീണ്യം തെളിയിച്ചവരെയാണ് അതിലേക്ക് എല്ലാം എടുക്കുവാനായിട്ടിടയായി തീർന്നത്. എന്നാൽ നോക്കൂ, കർത്താവ് എടുത്തത് ബോധിച്ചവരെ വിളിച്ചു. ഹല്ലേലൂയ. അതോർത്ത് പകലൊന്ന് സ്തോത്രം ചെയ്തോളൂ. നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയ ദൈവമക്കളെ? കർത്താവ് ബോധിച്ചവരെ എടുത്തപ്പോ എന്താ എടുത്തത്? മീനിന്റെ ആ നാറ്റം വമിക്കുന്ന പത്രോസിനെ. ഈ ദൂത് പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളം അത് ആത്മാവിലൊന്ന് കത്തുന്നു പ്രിയപ്പെട്ടവരെ. പത്രോസേ, നിനക്ക് ഉലകം മുഴുവൻ പോകാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നല്ല ചോദിച്ചത്. നിന്റെ കൈ പാസ്പോർട്ട് ഉണ്ടോ എന്നല്ല ചോദിച്ചത്. നീ ഡിപ്ലോമ പാസ്സായതാണോ എന്നല്ല ചോദിച്ചത്. നീ ബിടെക് കഴിഞ്ഞോ എന്നല്ല ചോദിച്ചത്. നീ എംടെക് കഴിഞ്ഞോ എന്നല്ല ചോദിച്ചത്. ഹല്ലേലൂയ. നിനക്ക് ഫിസിയോതെറാപ്പി പാസ്സായോ എന്നല്ല ചോദിച്ചത്. അതെ, ശീമോൻ പത്രോസിനെയോ മീന്റെ നാറ്റമുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് അതെ, നാറ്റം ഉളുമ്പൊക്കെ ഉള്ളവനെ. ഈ മീനെല്ലാം കൂടെ വാരി കൊട്ടയ്ക്കകത്ത് ചുമന്ന് തലയിൽ ചുമന്ന് ആ മീൻ വെള്ളം തലയിൽ കൂടെ ശിരസിൽ തൊട്ട് പാദം വരെ വീണുകൊണ്ടിരിക്കുന്ന പത്രോസിനെ ആർക്കാ ബോധിക്കാറുള്ളത്? ഹല്ലേലൂയ. നിങ്ങളൊരു വാർത്ത കേട്ടായിരുന്നോ? അതെ, എന്താണ് അതെ, ആഫ്രിക്കക്കാരെ മുഷിഞ്ഞ വസ്ത്രവുമായി ധരിച്ച് ജോലി കഴിഞ്ഞ് ഓടി വന്ന് കേറി ഉയർത്തു കുളിച്ച് കേറി എന്ന് പറഞ്ഞ് ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി വിടാൻ ഒരുങ്ങി. സ്തോത്ര ടിക്കറ്റ് കൊടുത്ത് മറ്റുള്ളവരെ പോലെ കയറിയ അത് എന്താണ് ആഫ്രിക്കൻ ആയിരിക്കുന്ന അതേ സ്തോത്രം 2-3 പേരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അവിടെ മുഷിഞ്ഞ വസ്ത്രമായി ഇവിടെ മുഴുവൻ പോകുന്ന VIP-കളാ. ആ VIP കൊടുത്തതുപോലെ തന്നെ ടിക്കറ്റാണ് ഞങ്ങളും കൊടുത്തിരിക്കുന്നത്. സ്തോത്ര പ്രിയപ്പെട്ടവരെ, നിന്നെ ആ കൂട്ടത്തിൽ കൂട്ടാൻ ഇവിടുത്തെ എന്താണ് നീ കൊടുത്താൽ പോലും ഇവർ അംഗീകരിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. Glory to God. Hallelujah. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതേ സ്തോത്രം ശീമോൻ പത്രോസ് തുടങ്ങി ടാക്സ് എന്താണ് ഇച്ചിരി അറിവും പഠിപ്പും ഒക്കെയുള്ള യൂദ, എന്താണ് അക്കൗണ്ടൻസി ഒക്കെ അറിയാവുന്ന യൂദയെ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വിളിച്ചു. യേശുവിന്റെ നാമത്തിൽ അവന് ബോധിച്ചവരെ, അതെ, യൂദയുടെ സർട്ടിഫിക്കറ്റും ചോദിച്ചില്ല, ശീമോന്റെ സർട്ടിഫിക്കറ്റും ചോദിച്ചില്ല, തനിക്ക് ബോധിച്ചവരെ വിളിച്ചു. ഇന്നും പകൽവേള ആ ബോധ്യത്തിന്റെ നിലവാരം മനസ്സിലാക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ ബോധ്യതയുടെ ഇതൊരു ലെവലാ. ഈ ലെവലിലെ അതേ സ്തോത്രം മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി, അത് അംഗീകരിച്ചിരിക്കുന്ന, അത് ആഴത്തിൽ തിരിച്ചറിയുന്നവർക്കായി. നിങ്ങളുടെ കുടുംബക്കാര് നിങ്ങളെ ബോധിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ? സ്തോത്ര എന്താണ് ബോധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങളുടെ ആ സകലവിധ യോഗ്യത കണ്ടുകൊള്ളേ ഒന്നും ഇന്ന് അത് ഓരോ ഫംഗ്ഷനും വിളിക്കത്തുള്ളൂ. എന്താ വാസ്തവം? അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം, നമുക്ക് ഇച്ചിരി പരുവക്കേടും ഇച്ചിരി ബുദ്ധിമുട്ടും ഇച്ചിരി കഷ്ടപ്പാടും ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, ചിലതിനൊക്കെ എന്ത് ചെയ്യും? നിങ്ങളെ പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ലെന്ന് നോക്കി. മനസ്സിലായോ? നമ്മുടെ വീടിന്റെ വാതിൽക്കൽ കൂടി അങ്ങോട്ട് പോയാലും തിരിഞ്ഞു കയറത്തില്ല. തെളിവുണ്ടോ? ഒരുപാട് തെളിവുകൾ ഇന്ന് പകൽ പറയാം. എന്റെ കൂടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ എന്നെ അസിസ്റ്റ് ചെയ്തിട്ടിരുന്നൊരു ദൈവഭൃത്യൻ. അദ്ദേഹം മൺറാട് പള്ളിയിൽ നിന്നും കർത്താവിനെ യാക്കോബ സഭയിൽ നിന്നും യാക്കോബ പള്ളിയിൽ നിന്നും കർത്താവിനെ അറിഞ്ഞ് പുറത്തു വന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്നോട് ഒന്ന് ശുശ്രൂഷിക്കുക കുറച്ച്. ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൈതല് എന്താണ് വളരെ തിരരോഗിയായി കിടക്കുകയാണ്. അതിന് ജനനത്താല് ബർത്തില് ഉണ്ടായ ഒരു കാര്യം. അതുകൊണ്ട് ആ കുഞ്ഞിന് എഴുന്നേക്കാൻ മേല. ഈ തന്റെ ഭാര്യയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിന് എന്താണ് ഒരു കിടപ്പ് രോഗിയാണ്. അപ്പോൾ വന്നപ്പോൾ സ്വന്തം എന്താണ് സ്തോത്രം രക്തബന്ധു പറയുന്ന വ്യക്തി, ഞാൻ എന്താണെന്ന് പറയുന്നില്ല, നിങ്ങളിപ്പോൾ അതേ പ്രിയപ്പെട്ടവരെ സ്തോത്രം, എനിക്ക് ഒത്തിരി വേദനയായി. അദ്ദേഹം എന്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞു. പറഞ്ഞപ്പോ പറയാണ് എന്താണ് ഞാൻ ഈ കാര്യം ഉണ്ടെന്നുള്ളത് അറിയിച്ചെന്നേ ഉള്ളൂ. സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി. പറഞ്ഞത് അയൽവാസികളല്ല. സ്തോത്രം എന്താ പറഞ്ഞ അതിന്റെ ആശയം എന്താ? അങ്ങനെ പറഞ്ഞ ആരെങ്കിലും കല്യാണത്തിന് പോകും?
ആരെങ്കിലും പോവോ? നിങ്ങൾക്ക് സമയമുണ്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? ക്ഷണിക്കാതെ പറഞ്ഞു. എന്താ കാരണമെന്നറിയാമോ? ഈ വയ്യാത്ത കുഞ്ഞുമായിട്ട് അവിടെ ചെന്നാൽ അവർക്കെല്ലാം എന്താണ്, ആരാണെന്ന് ചോദിക്കും. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക, ഒരു യോഗ്യതകളും നോക്കാതെ എന്നെയും എന്റെ വയ്യാത്ത കുഞ്ഞിനെയും ഏറ്റെടുത്ത ഒരു തമ്പുരാനുണ്ട്. അവന്റെ പേരാ നസ്രയനായ യേശു. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, എന്നെ നിന്നെ കുടുംബമായി ഏറ്റെടുത്ത ഒരാൾ ഉണ്ടെങ്കിൽ അത് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവാകയാൽ ആ കർത്താവിന് മഹത്വം കൊടുത്തോണം. ഹല്ലേലൂയ. കുടുംബക്കാർക്ക് മഹത്വം കൊടുക്കരുത്, അപ്പാപ്പനും അമ്മാച്ചനും മഹത്വം കൊടുക്കരുത്. ഇന്ന് കൊടുക്കേണ്ട മഹത്വം നിന്റെ കുടുംബത്തിൽ ഡോക്ടർ ഉണ്ടെങ്കിലോ, കുടുംബത്തെ എഞ്ചിനീയർ ഉണ്ടെങ്കിലോ, കുടുംബത്തിൽ ബിഷപ്പ് ഉണ്ടെങ്കിലോ, ഇന്ന് വരെ ഉയർത്തി പറയേണ്ടത് എന്റെ കുടുംബത്തിനകത്ത് നസ്രയനായവൻ ഉണ്ട്. ഉലകത്തിന്റെ സകലത്തിന്റെ സൃഷ്ടിതാവായ, ലോകത്തിന്റെ രക്ഷകനായ, സർവ്വചരാചരങ്ങളെ സൃഷ്ടാവായ യേശു കർത്താവാണ് എന്റെ ഇടയൻ, എന്റെ രക്ഷകൻ, എന്റെ നാഥനെന്ന് ഇന്നു പകലെന്ന് ഉറക്കം പറഞ്ഞ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവശക്തി കുടുംബങ്ങളിലേക്ക് അത് വ്യാപരിക്കുന്നു. ബോധിച്ചവരെ ബോധിച്ചില്ലെങ്കിൽ വിളിക്കത്തില്ല അല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എന്ന കർത്താവ് ഇതൊന്നും നോക്കാതെ സിസ്റ്ററെ വിളിച്ചത് നമ്മളെ അല്ലേ? നീ അത് കുടുംബത്തിലെയാണ് നോക്കിയാണ്? അല്ല, കല്യാണാലോചിക്കുമ്പോൾ ഏത് കുടുംബത്തിലെയാണെന്നൊക്കെ നോക്കും. മനുഷ്യനൊക്കെ എങ്ങനെയാ? മനുഷ്യരീകാരണം അങ്ങനെയാ, നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ലേ? വലിയ സാക്ഷരത ഇതൊന്നും പറയാനില്ല. പക്ഷേ എന്റെ കർത്താവ് നോക്കിയപ്പോൾ, ശിമോനെ നീ എവിടുത്തെയാ? ഓ, നീ കളിയാക്കലെയാണോ? നീ പകലോ മറ്റത്തെയാണോ? എവിടെ നോക്കി? അങ്ങനെ നോക്കിയാണോ അവൻ വിളിച്ചത്? ഇല്ല. ഹല്ലേലൂയ. ബർത്തലോമായേ നീ പുത്തമ്പറക്കലെയാണോ? യൂദായെ നീ പാലപ്പടത്തെയാണോ എന്ന് നോക്കിയല്ല കർത്താവ് വിളിച്ചിറക്കിയത്. കുറച്ച് കഴിവും പ്രാപ്തിയും കുറച്ച് യോഗ്യതയുള്ളവർ എന്റെ കൂടെ നിൽക്കണമെന്ന് കർത്താവ് വിചാരിച്ചെങ്കിൽ, ഓ ഹല്ലേലൂയ, ചില രാജ്യങ്ങൾ നഷ്ടമായി പോയേനെ, ചില ദേശങ്ങളും ദ്വീപുകളും കർത്താവിനെ അറിയാതെ പോയേനെ. ഹല്ലേലൂയ. പാവപ്പെട്ടവന്മാരെന്ത് ചെയ്തു? അത് വിളിച്ചു പറഞ്ഞു, അവനു വേണ്ടി എന്തുമായി തീരാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം എന്ത് ചെയ്യുന്നു? ഇറങ്ങി പുറപ്പെട്ടു. അവർക്ക് ചെരുപ്പില്ല, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് അപ്പമില്ല കൊണ്ടുപോകുവാൻ. അവരെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കാൻ ആളില്ല. അവരെന്ത് ചെയ്തു? അവർ എന്ത് ചെയ്തു? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ പട്ടണങ്ങളിലേക്ക് കാലുവെച്ചു, അവർ ദ്വീപുകളിലേക്ക് കാലുവെച്ചു. അവർ കഷ്ടതകളെ സന്തോഷത്തോടെ ഇരുകരവും നീട്ടി അവർ സ്വീകരിച്ചു. അവർ പട്ടിണിയെ അത് ചിരിച്ചുകൊണ്ട് നേരിടാനായിട്ടിടയായി തീർന്നു. വാളിന്റെ മുൻപിൽ അവർ ജയം പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയി. ഹല്ലേലൂയ. ആപത്തോ നഗ്നതയോ വാളോ ഇവയ്ക്കൊന്നും എന്നെ യേശുവിന്റെ സ്നേഹത്തിൽ നടത്തി മാറ്റാൻ കഴിയത്തില്ലെന്ന് ഒരുവൻ വിളിച്ചു പറയുക മാത്രമല്ല, സാഹചര്യങ്ങളുടെ നടുവിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ഇരട്ടിയായിട്ട് പറയുക. മരണത്തിനോ ദൂതന്മാർക്കോ പക്ഷികൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റു യാതൊരു ശക്തിക്കും എന്നെ എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് അത് പുറകോട്ട് മാറ്റാൻ കഴിയത്തില്ലെന്ന് അതേ ശക്തിയുക്തം വിളിച്ചു പറഞ്ഞിട്ട് സഭകളെ ഉറപ്പിച്ചു ഒരുവനെ അത് ഇന്ന് പകൽ നിങ്ങൾക്ക് പരിചയമുണ്ട്. അതെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അവിടെ അകത്തളങ്ങളിൽ അറിയാം. യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. അല്ല കുഞ്ഞേ, ഈ ബോധ്യത്തിനായി ഇന്ന് മുതൽ സ്തോത്രം ചെയ്യണം. ഈ ബോധ്യത്തോർത്ത് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ശരിയാണോ? വേണം നമ്മൾ സ്തോത്രം. അല്ല, ഒരു സഭയിലേക്ക് ഒരു ദൈവദാസനെ പോലും എന്താണ് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മളങ്ങ് ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? അല്ലാഹു അല്ലേ? സ്തോത്രം. ഇത് എന്തെങ്കിലും ഒന്ന് ഒരാളുടെ മുമ്പിൽ ഇത് വർത്താനം പറയാൻ പറ്റുമെന്ന് പോലും പത്രോസിന് അല്ലേ? പറ്റത്തില്ല. നാണമാണ് അല്ലേ?
അദ്ദേഹത്തിന് ഒന്നും മിണ്ടാൻ പറ്റില്ല. ദൈവം ശക്തീകരിച്ചല്ലോ, പിന്നെ എന്താണ് മിടുക്കനായിട്ട് മാറിയത്? ദൈവശക്തി വെളിപ്പെട്ടവളോ? ഹല്ലേലൂയ. അതെ, രണ്ടുപേരോട് ഒന്ന് ഫേസ് ചെയ്ത് രണ്ടു വാക്ക് പറയാൻ പറ്റുമോ? എന്റെ കൂടെ നടക്കുകയല്ലേ? അല്ലെ, മരുഭൂമിയിൽ കൂടെ, കവർണഭൂമിയിലൂടെ, എറിഹോമിലൂടെ, സ്തോത്ര. അതെ, ഞാനിങ്ങനെ എന്ത് ചെയ്യാണ്? അതെ, സ്തോത്ര, സഞ്ചരിക്കുക. എന്നോടൊപ്പം വരുമ്പോ രണ്ടു വാക്കൊന്ന് പറയാൻ സാരമില്ല, എഴുന്നേക്കാൻ പറയാൻ. നിനക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നെ യേശു, അതെ സ്തോത്ര, ഗുരു നിന്നെ വിളിക്കുന്നുണ്ട്, വാ, നീ നിന്നെ തൊടുവെന്ന് പറയാൻ ഒരു വാക്ക്, രണ്ട് വാക്ക് പറയാനുള്ള അതൊന്നും കർത്താവ് നോക്കിയില്ല. അല്ലേ, നമ്മളൊരു അതെ ഞാൻ പറഞ്ഞ ശുശ്രൂഷയെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കും, ഹല്ലേലൂയ, എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇതൊന്നും കർത്താവ് നോക്കിയില്ല. ബോധിച്ചു. ഇന്ന് ഞാൻ ആ ഒരു വാക്കിൽ അതേ സ്തോത്രം എത്ര പേര് ഇന്ന് അതേ ആത്മാവിലൊന്ന് നിറഞ്ഞ് അതിനെ ഒന്ന് ഏറ്റെടുത്തോണം. ബോധിച്ചാൽ ഹല്ലേലൂയ, ബോധിച്ചാൽ. കർത്താവ് ബോധിച്ചപ്പോൾ കർത്താവ് അവനെ കൂട്ടി. എവിടെയോ കിടന്ന് എന്നെയും നിങ്ങളും ദൈവത്തിന് ബോധിച്ചത് ഓർത്തൊന്ന് സ്വോത്രം പറഞ്ഞേ. എന്നെ കർത്താവ് ബോധിച്ചാ തെരഞ്ഞെടുത്തത്. മറ്റതെല്ലാം ഈ ലോകം മുഴുവൻ യോഗ്യത നോക്കിയ ലോകം മുഴുവൻ യോഗ്യത നോക്കിയ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് അല്ലേ, ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെടുന്ന നല്ല പെണ്ണാണോ, അല്ലേ, ചെറുക്കനെ കൊള്ളാവോ, ഇതൊക്കെ നോക്കിയ ജോലിയുണ്ടോ, ഒറ്റാൻ പറ്റുമോ, അല്ലേ, ഇതൊക്കെ നോക്കിയെടുക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം പോറ്റാൻ കഴിവില്ലാത്തവർ ഇന്ന് ആരും എന്ത് ചെയ്താ? വളരെ സംഗീതങ്ങളൊക്കെ നമ്മൾ പറയും, വളരെ വിശ്വാസത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ പ്രഖ്യാപനം നടത്തും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. എന്താണ്, വരനെ ആവശ്യമുണ്ട്, അവസാനം ലാസ്റ്റ് എഴുതിയിരിക്കുക പാസ്റ്റേഴ്സിനെ വേണ്ടത്. എക്സ്ക്യൂസ്, പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? അല്ലേ, കർത്താവിന് വേണ്ടി എന്തോ ആയിത്തീരാനായിട്ട് ഞങ്ങൾ ഒരുക്കാന്നൊക്കെ പറയുന്ന ആൾക്കാർ പറഞ്ഞു, അല്ലേ. ഈ പുള്ളികൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നില്ല, ഉണ്ടേലുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതാ ലോകം. കോൺഫറൻസുകളൊക്കെ നടത്തും, കോർഡിനേറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. അടിയിൽ എഴുതി വെച്ചേക്കാ പ്രിയപ്പെട്ട സത്യം. അവരുടെ മനസ്സിൽ തുറന്ന് അത്രയും എഴുതിയില്ല. പരസ്യമായിട്ട് 10 പേര് പറയാത്തത് അവർ പരസ്യമായിട്ട് പറഞ്ഞു. ഇതവരുടെ മനസ്സിലല്ലേ, 100 പേരുടെ മനസ്സിനകത്ത് കാണും. സ്തോത്രം, പോട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രകാശനവും എല്ലാ കാര്യങ്ങളിലും എടുത്ത് തീരുമാനം എടുക്കുന്ന നല്ല പ്രകാശനവും പ്രേരണയും തന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഏത് കാര്യത്തിനും ബോധിച്ച് എന്താണ് നമ്മൾ അവരുടെ യോഗ്യതകളും അവരുടെ അകാര ഭംഗിയും അഴകും നോക്കിയെടുക്കുന്നത്. പക്ഷെ ഒരുവൻ തെരഞ്ഞെടുത്തപ്പോ എന്താണ്, അവരെ കൂടെ നടത്താൻ പറ്റുന്നില്ല, അല്ലേ. സ്തോത്രം. ചുങ്കം പിരിക്കുന്നവരെ എല്ലാവരും എന്താണ് എടുത്ത് കല്ലെറിയുന്നവൻ. എല്ലാവരും പറയാ, ഇതാണോ കർത്താവ്, അല്ലേ. ചുങ്കക്കാരുടെ കൂടെ, അല്ലേ, ഇന്ന ഗ്രൂപ്പിന്റെ ഒക്കെ കൂടെയാണല്ലോ കർത്താവിന്റെ സഹവാസം എന്ന് പറഞ്ഞ് നിന്ദിക്കുമ്പോഴും കർത്താവ് ചേർത്ത് കയ്യെ പിടിച്ചേക്കുവാണ്. ഓ സ്തോത്രം, ഹല്ലേലൂയ. താബോർ മലയിലേക്ക് കയറി പോകുമ്പോഴും ഒരു പത്രോസ് കൂടെയുണ്ട്, ഒരു യാക്കോബ് കൂടെയുണ്ട്, ഒരു യോഹന്നാൻ കൂടെയുണ്ട്. മനസ്സിലായോ? ഇന്ന് പകൽവേള ബോധിച്ചാൽ, ദൈവത്തിന് നമ്മളെ ബോധിച്ചാൽ എന്താ സംഭവിക്കുന്നത്? എന്താണ് അവിടുത്തെ കർത്താവിന്റെ വചനം പറയുന്നു, ബോധിച്ചവരുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് മാത്രമേ. സ്തോത്രം. എവിടെ നിന്നാലും, വഴിയരികെ നിന്നാലും, അല്ലെ, കൺവെൻഷനൊക്കെ നിന്ന് കർത്താവിനെ സ്വീകരിച്ച് എത്ര പേരുണ്ടെന്ന് അറിയാം. അഷ്ടബീജം കർത്താവിനെ സ്വീകരിച്ച് എത്ര പേരുണ്ടെന്ന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അയൽവാസിയായ ഒരു വ്യക്തി, അതെ, ഒരു ദിവസം തന്നെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളും ഞങ്ങളുടെ അയൽവാസിയായിട്ട് സംസാരമൊക്കെയാണ്. എപ്പോഴും ഉള്ളതും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പുള്ളി പറയും, ഞാനും അതിനൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പുള്ളി ഒരു ദിവസം എന്താ പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഞാൻ ഇന്നയാളുടെ അടുത്താന്ന് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, ഞാൻ അടുത്താന്ന് പറഞ്ഞപ്പോൾ അവർ വെച്ചോ അവളുടെ അടുത്താണോ? ആളൊരു ദിവസം വന്ന് ഒരു സഭയിൽ വന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ മഹത്വം പ്രസംഗിച്ചു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത വീട്, അതിനകത്തെ വെന്റിലേഷൻ ഉണ്ടല്ലോ, ചെറിയ വെന്റിലേഷൻ, അതിനകത്തൂടെ ഈ ഞാൻ പ്രസംഗിച്ച വചനങ്ങള് സ്വീകരിക്കാൻ കേൾക്കാനായിട്ടിടയായി. ആ വചനങ്ങൾ
കേട്ടപ്പോൾ അവിടെ ഇരുന്ന് യേശുവെ എന്നെ തൊടണമേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു. ഇന്ന് ഞാനൊരു ദൈവസഭയുടെ അംഗമായി തീർന്നു. സ്തോത്രം. ആ വ്യക്തി എനിക്കൊന്ന് നേരിൽ കാണുമെന്ന് എനിക്കൊരു പേരെനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം അവിടുത്തെ പാസ്റ്റർ, അവിടുത്തെ ശുശ്രൂഷകനായിരിക്കുന്ന ദൈവദാസൻ അനൗൺസ് ചെയ്യാൻ ഞാൻ കേട്ടു. അദ്ദേഹം ഏത് ദേശക്കാരനാണെന്ന് അറിയത്തില്ല. അപ്പോൾ പേര് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിയപ്പെട്ടവരെ, ഞാനെന്നും പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഹല്ലേലൂയ. ആരെ കുറിച്ചാ പറഞ്ഞത്? തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞത് യേശു വിടുവിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും. ഓ, അപ്പുറത്തെ വീട്ടിലിരുന്ന്, ചർച്ചിന്റെ അപ്പുറത്തെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യുന്നു, ഒരുവൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ, ഹല്ലേലൂയ, ഒരുവൻ നിത്യതയുടെ അവകാശിയായി തീർന്നെന്ന് പറഞ്ഞ് അത് ഞാൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. എന്റെ അയൽവാസി അടുത്ത പട്ടണത്തിൽ ചെന്നപ്പോ അവനോട് പറഞ്ഞെങ്കിൽ ഇന്നു പകൽ, ഹല്ലേലൂയ, നീ വിളിച്ചു പറയുന്ന ദൈവവചനത്തിന് ചിലതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, ചിലതിനെ തൊടാൻ പറ്റും. ഹല്ലേലൂയ. ചിലതിനെ നിത്യതയുടെ ഭവനത്തിന്റെ അംശയും അവകാശിയുമാക്കി മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഒരാൾ തിരുവല്ല സ്റ്റാൻഡിൽ കിടന്ന്, ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടോ ഓടിക്കുമ്പോൾ ആള് ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കണ്ടത്തിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ, ഇങ്ങനെ ഒരു ദേവദാസൻ, എൻ്റെ ഒരു സ്നേഹിതനായ ഒരു സ്തോത്രം, ഒരു പിതാവ്, അദ്ദേഹം ഇങ്ങനെ ഷെയർ ചെയ്ത ഒരു ടെസ്റ്റ് പഠി അദ്ദേഹം അവിടെ ശുശ്രൂഷിക്കാം. പോയിട്ട് തിരിച്ചു വരുന്ന ഓട്ടം ഇട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഭയങ്കര ട്യൂബും വെട്ടവും പാട്ടും എല്ലാം. ഈ പാട്ടൊക്കെ പുള്ളിക്ക് ഇഷ്ടമായതുകൊണ്ട് പുള്ളി ഓട്ടോ അവിടെ മാറ്റി നിന്ന് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള് അവിടെ വന്നൊരു മയിൽക്കുറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ മയിൽക്കുറ്റിയിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് ഇത് എന്താ ഇവന്മാരൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഒരു ഹൈന്ദവ വർഷത്തിലുള്ള ഒരാൾ കേട്ടോണ്ടിരിക്കുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ ഉള്ളത്തോട് ദൈവം ക്രിയ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ വചനം കേട്ടപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, അടുത്ത ദിവസം യേശുവേ, എനിക്ക് അങ്ങേ വിട്ടേച്ച് പോകാൻ പറ്റുന്നില്ല, അങ്ങ് ഇട്ടിട്ട് എനിക്ക് പോകാൻ, കാരണം ഞാൻ ഈ ഓട്ടോ ഇനി കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടിടാൻ പോവാ. ഇനി ഞാൻ രാത്രി ഓട്ടോ ഇല്ല, കൺവെൻഷൻ മുഴുവൻ കേട്ടു, ഇനി പോകുന്നില്ല, സ്റ്റാൻഡിൽ പോകാൻ പറ്റത്തില്ല, 9:30 ഇനി ഞാൻ പോകുന്നില്ല, ഞാൻ തിരിച്ചെന്ത് ചെയ്യുന്നു, എന്റെ വീട്ടിൽ കൊണ്ട് ഓട്ടോ ഇടാൻ പോവാ. പക്ഷേ എനിക്ക് നാളെ കഴിഞ്ഞ് എനിക്ക് എന്താണ് ഒരു പെണ്ണ് ആലോചിച്ച് വെച്ചിരിക്കുക, എല്ലാ വീട്ടുകാരും തമ്മിലെല്ലാം പറഞ്ഞെല്ലാം ഉറപ്പിച്ചു, ഈ പെണ്ണ് കാഴ്ചയും മാത്രമേ ഉള്ളൂ, എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരുക്കമാണ്, അത്രയും അല്പം ദൂരമാണ് അവിടെ പോയി, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ പോയി കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹം നടക്കും. അതുകൊണ്ട് എന്താണ് അത് മനസ്സിലിങ്ങനെ, അതുകൊണ്ട് ഈ കല്യാണത്തിന് എന്താണ് ഒരു തടസ്സം ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, വീട്ടുകാർ മുഴുവൻ എല്ലാം ഉറച്ചിരിക്കുക. ഇനിയിപ്പം എന്ത് ചെയ്യും, അത് എന്താണ് ഞാനൊരു മറ്റു മതത്തിലേക്ക് മാറിപ്പോയെന്ന് കണ്ട് എന്നെ എന്ത് ചെയ്യുന്നു, എന്റെ കുടുംബത്തിൽ നിന്ന് ഭ്രഷ്ടാക്കി എന്ത് ചെയ്യണം. രണ്ടിനാലും ഇദ്ദേഹം ഞെരങ്ങുക ആ മയിൽക്കുറ്റിയുടെ മേൽ നിന്ന്. താനെ എഴുന്നേറ്റ് കണ്ണുനീരോടെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പെണ്ണ് കാണാൻ പോകും, യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് നീ രക്ഷകരാ. ഇന്ന് ഇതേണ്ടേ ഇവിടെ ഉള്ള ഈ അച്ഛൻ പ്രസംഗിച്ചു, പാസ്റ്ററാണ് അദ്ദേഹം, എത്ര അറിയത്തില്ല, ഈ അച്ഛൻ പ്രസംഗിച്ചത് ഞാൻ കേട്ടു. ഇത് ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അങ്ങാണ് എന്താണ് പാപത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിയുന്ന ആളാണെന്ന്, പാപത്തെ രക്ഷിക്കാൻ കഴിയുന്ന ആളാണ് യേശു എന്ന് എനിക്ക് അത് ബോധ്യമായി. ഇനി രണ്ടാമതൊരാൾ പറയട്ടെ, പക്ഷേ ഞാൻ കാണാൻ പോകുന്ന പെൺകുട്ടി അതേസമയം ഒരു ഹൈന്ദവ തറവാട്ടിൽ പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അവള് പറയണം, ഞാനും എന്താണ് യേശുവിനെ കണ്ടെത്തിയെന്ന് അവളൊന്ന് പറഞ്ഞ എനിക്ക് ബോധ്യമാകും, ഇന്ന് രാത്രി നീ എന്നെ തൊട്ടം, നീ ജീവിക്കുന്ന ദൈവമാണ്. പിറ്റേ നാള് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാപ്പി കൊണ്ടുവന്നു, ജിലേബി കൊണ്ടുവന്നു, ലഡു കൊണ്ടുവന്നു, കൊള്ളപ്പം കൊണ്ടുവന്നു, ഇങ്ങനെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ചായ കൊണ്ട് പെണ്ണ് പതുക്കെ മന്ദം നടന്നു വരുന്നു. ചായ കുടിച്ചു. അഞ്ചപ്പോൾ സ്തോത്ര കേശവനമ്മാവൻ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്ങോട്ട് മാറിയെന്ന് എന്താണ് തിണ്ണയുടെ പുറവശത്തൊക്കെ എന്ന് മാറി സംസാരിക്കാൻ പറയുന്നു. അങ്ങനെയൊക്കെ അല്ലേ, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലേ, സംസാരിച്ചിട്ടുണ്ടോ എന്ന് കർത്താവ്. എന്നിട്ട് കുറച്ച് പഴയ കാര്യമാണ് കേട്ടോ, ഇപ്പോഴത്തെ കാര്യമല്ലേ, ഇപ്പം അല്ലെ എല്ലാത്തിനും മുമ്പേ സംസാരം തുടങ്ങില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഞാനും അതുമായിട്ട് ഒത്തിരി യോജിക്കത്തില്ല, സമയമായിട്ടും പറയണമെന്ന് ആഗ്രഹമുണ്ട്, വിട്ടുകളയും. വെളിയിൽ നിന്ന് സംസാരിക്കാൻ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ തിണ്ണയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആള് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓട്ടോ ഓടിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ, അതൊക്കെ ഉപജീവന മാർഗം, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരുത്തർക്കും വ്യത്യസ്തമായതാണ്, കുടുംബം പുലർത്താൻ പറ്റുന്ന ഒരു നല്ലൊരിതാണ്, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഇടപെട്ടു, വീട്ടുകാരെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടുകാരോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നെ കെട്ടിയാലും ഇല്ലേ,
ഒറ്റ കാര്യം പറയാ, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനും കർത്താവെ സ്വീകരിച്ചൊരു വ്യക്തിയാണ് ഞാൻ പഠിക്കാൻ പോയ സമയത്ത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ കെട്ടിക്കോ, എനിക്ക് ഞാൻ വേറെ നിവൃത്തിയില്ല. കാരണം അപ്പന് വേറെ ഇതൊന്നും കൊടുത്ത് കെട്ടിക്കാനുള്ള വഴിയൊന്നുമില്ല. കാരണം നിങ്ങൾ എല്ലാവരും പറഞ്ഞ് ഒത്തുകൊണ്ട് ഏതാ വലിയ തുകയ്ക്കൊന്നും അല്ല, അതുകൊണ്ട് നിങ്ങൾ ഞാനിങ്ങ് കെട്ടുക. സ്തോത്രം പറഞ്ഞു. അവള് തമാശക്കാരിയായ ഒരു പെൺകൊച്ചാണ്. ഈ പുള്ളി ഇങ്ങനെ പറയാ, സ്തോത്ര സാക്ഷ്യം. അതിന് പറഞ്ഞു, നിങ്ങൾ എന്നെ കെട്ടിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഒരിക്കലും എന്താണ് എന്റെ മരണം വരെയും യേശുവിനെ വിട്ടുകൊണ്ടൊരു ജീവിതമില്ല. പുള്ളി ശനിയാഴ്ച രാത്രിയിൽ എന്താണ് സ്തോത്ര, ഞായർ തിങ്കളാഴ്ചയാണ് പെണ്ണ് കാണാൻ പോകുന്നത്. ശനിയാഴ്ച രാത്രിയിൽ മയിൽക്കുറ്റിയ ചാരി നിന്നുകൊണ്ട് പറഞ്ഞ എന്താ, ഞാൻ കാണാൻ പോകുന്ന പെണ്ണ് യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് സ്തോത്ര ആ തിണ്ണയിൽ പെണ്ണ് കാണാൻ പോയി വീടിന്റെ തിണ്ണയിൽ മുട്ടുകുത്തിട്ട് പറഞ്ഞു, യേശുവെ ഞാൻ അങ്ങയുടെ രക്ഷകരും കർത്താവുമായി അതെ സ്വീകരിക്കുന്നു, ഞാൻ മരണം വരെ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതെ സമർപ്പിച്ച കണ്ണുനീരൊഴുക്കി തിരിച്ചു വന്നപ്പോൾ അമ്മാവന്മാരും സ്തോത്ര എത്തിയത് ബന്ധുമിത്രം ചോദിച്ചു, എന്തു പറ്റി ഇവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ മറുപടി രണ്ടുപേരും കണ്ണിൽ നോക്കി അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. പക്ഷേ എന്താണ് പെൺകുഞ്ഞിന് മനസ്സിലായി, അത് എന്നെക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുന്ന. ഇന്ന് രാത്രി ഇന്ന് പകൽവേള ആത്മാവിൽ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുത്തൊരു തീരുമാനമെടുത്താൽ നിന്റെ ജീവിത സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുന്ന ഒരു ദൈവം. ഞാൻ ഏറ്റെടുത്താൽ എനിക്ക് എന്ത് സംഭവിക്കും, എന്റെ ഭാവി തകരുമോ എന്ന് ചോദിച്ചാൽ ഭാവി എന്ത് ചെയ്യുന്നുണ്ട്, അതേ സ്തോത്ര ഉൾട്ടായി പോകുമ്പോൾ. എന്നാൽ യേശുവിന് വേണ്ടി നീ നിന്നാൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിനെയോ നേരെയാക്കാൻ എന്റെ കർത്താവിന് കഴിയും. ആ കുഞ്ഞ് സ്തോത്രം, ആ മകള് അത് നഴ്സിംഗ് ഒക്കെ പൂർത്തീകരിച്ച് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അതിനുശേഷമായിട്ട് എന്ത് ചെയ്തു, വിവാഹമൊക്കെ കഴിഞ്ഞു. നാളുകൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, വിദേശത്ത് ഒരു ജോലി ലഭിച്ചു. അപ്പോൾ ഈ ഓട്ടക്കാരനായ പയ്യനെയും അവൾ എന്ത് ചെയ്തു, വിദേശത്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയ ജോലി കിട്ടി. അവിടെ ഇപ്പോൾ എന്താണ് ഒരു ചർച്ചിന്റെ വലിയ എന്താണ് സംഘാടകത്വത്തിലേക്ക് അതേ സ്തോത്ര ദൈവം അവരെ കുടുംബമായിട്ട് മാറ്റി. അന്നത്തെ ഒരു തീരുമാനമാണ് ഈ കണ്ടത്തിൽ ഈ പാടത്ത് പ്രസംഗിച്ച ഉപദേശിയെ എന്താണ് എന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വിളിക്കണം, വരുമോന്ന് അറിയത്തില്ല. ആ ഉപദേശി എന്ത് ചെയ്യുന്നു, അന്ന് അവര് ആ സ്തോത്രം ആ വിദേശ രാജ്യത്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പാസ്റ്ററിനോട് പറയുക, എന്റെ കണ്ണ് നിറഞ്ഞു മോനെ, നമ്മൾ വിളിച്ചു പറയുന്നത് തൊണ്ട കീറി പറയുമ്പോൾ ഹല്ലേലൂയ അതെന്ത് ചെയ്യും നമുക്കറിയത്തില്ല. ഈ മനുഷ്യൻ മുമ്പോട്ട് വന്നില്ല, ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ആ പുറകിൽ നിന്നുകൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മാത്രമല്ല ഇന്ന് വലിയൊരു കൂട്ടത്തിന് അനുഗ്രഹമായിട്ട് അവിടുത്തെ എൽഡേഴ്സിലെ ഗണത്തിലേക്ക് അവിടുത്തെ എന്താണ് സംഘാടകത്വത്തിന്റെ മുൻനിരയിൽ നിൽക്കാൻ ഈ പാവപ്പെട്ടവനെ ദൈവം കരങ്ങളെടുത്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, ബോധിച്ചതിന്റെ ബോധ്യത്തിലേക്ക് ഈ പകൽ എത്ര ദൈവമക്കളൊക്കെ സ്തോത്രം ചെയ്തുകൊണ്ട് അതിൽ നിൽക്കും കുലുങ്ങാതെ. ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ അപ്പാ
നമുക്ക് പറയാൻ ഒരു യോഗ്യതകളുമില്ല. എന്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത് മാനിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഈ ബോധ്യത്തിലേക്ക് ഇന്ന് പകൽവേള എത്ര ദൈവമക്കൾ ആത്മാവിലൊന്ന് ദർശിക്കാനിടയായി. എനിക്ക് വിളിച്ചിട്ട് വെറുതെ അല്ല അല്ലെ, ഈ സഭയെ കൂട്ടാനല്ല അല്ലെ, 10 എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങളെ മുമ്പിൽ കർത്താവ് വരുത്തിയിരിക്കുന്നതല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ സ്തോത്രകാഴ്ചയിടാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നതല്ല, ദശാംശം കൊടുക്കാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നതല്ല, എന്തെങ്കിലുമൊക്കെ എന്താണ് അതേ കാര്യസാധ്യത്തിന് വേണ്ടി അല്ല. ബോധിച്ചവരെ വിളിച്ചു. ഓ സ്തോത്ര. അങ്ങനെയെങ്കിൽ അവരുടെ മേൽ ദൈവം ചിലതിനെ കൽപ്പിച്ചാക്കും. ഹല്ലേലൂയ. എന്താണ് 9-ാം അധ്യായത്തിന്റെ അതേ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗം എന്താണ് നമ്മൾ വായിച്ചത്? ജനപത്ര വായിച്ചായിരുന്നല്ലോ. അവൻ പന്തിരുവരെ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ആമേൻ. ഇനിയെങ്കിൽ ഇന്ന് പകൽ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, കർത്താവ് തന്നെ വിളിച്ചവരെ ദൈവം വെറുതെ നിർത്തത്തില്ല. വിളിച്ചവരെ ദൈവം വെറും കൈയായി നിർത്തുന്ന പരിപാടി എന്റെ ദൈവത്തിനില്ല. നീ ഇവിടെ നിൽക്കേ, നിന്നെ അതേ സ്തോത്ര അവസരം വരുമ്പോ നിനക്ക് വല്ലതും തരാമെന്നുള്ള പറഞ്ഞ് വിളിച്ചവരുടെ മേൽ ശക്തിയും അധികാരവും കൊടുത്തിട്ട് വ്യാധികളെ പുറത്താക്കാൻ, അതേ ഭൂതങ്ങളെ പുറത്താക്കാൻ, വ്യാധികളെ സൗഖ്യമാക്കുവാൻ ഉള്ള അധികാരവും ശക്തിയും ദൈവം അവിടെ മേൽ അത് നൽകി കൊടുക്കാനിടയായി തീർന്നു. ബോധിച്ചവരെ ദൈവം വിളിച്ചു. ബോധ്യത്തിനകത്ത് നിൽക്കുമ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് കൽപ്പിച്ച് നമ്മുടെ മേൽ ആക്കുക. ആ അധികാരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോറിറ്റിയെ ഇന്ന് പകൽ ദൈവമക്കളൊന്ന് ഒന്ന് ഉപയോഗിച്ചാട്ടെ. ഹല്ലേലൂയ. അതാ നിങ്ങൾ കരമുയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുന്നത്. നിങ്ങളവരെ തൊട്ടില്ലേ പോലും ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ സൗഖ്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ടാ? ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഉള്ള വിളിയുടെ പ്രത്യേകതയ്ക്കായി ഈ പകൽവേള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ബോധിച്ചവരെ വിളിച്ചപ്പോൾ ഈ അധികാര കൈമാറ്റം ദൈവം ചെയ്തപ്പോൾ അതെന്താണ്? അതേ സ്തോത്രം കർത്താവിന് ഇഷ്ടമുള്ളവർക്കല്ല കൊടുത്തത്, പന്തിരുവർക്കും മുഴുവൻ പേർക്കും കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം മാറ്റങ്ങളെ അത് മുഴുവൻ പേർക്കും കൊടുത്തു. മുക്കുവനായ ശിമോൻ പത്രോസ് തൊട്ട് ഇങ്ങനെ ലാസ്റ്റ് ഇസ്കറിയോത്ത യൂദ വരെ ഇതിന്റെ പകർച്ച കൊടുത്തു. ഹല്ലേലൂയ. പകൽ എത്ര പേര് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കും? എന്തുകൊണ്ടെന്നാൽ ദൈവമേ അതേ സ്തോത്രമാക്കി എന്നെ എന്റെ കുടുംബത്തിനകത്ത് ദൈവം കണ്ടല്ലോ. ദൈവം കണ്ടു കഴിഞ്ഞാൽ എന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പിനെ ദൈവം ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് എന്താണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ഇന്ന് മുതൽ മനസ്സിലാക്കിയ ബോധ്യത്തിൽ ദൈവം എന്നെ വിളിച്ച ബോധ്യത്തിന്റെയും വിളിയുടെയും അകത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് ഇന്ന് ദൈവമക്കൾ ആത്മാവിലൊന്ന് പറഞ്ഞാട്ടെ. ശക്തിയും അധികാരവും ദൈവം കൊടുത്തു. ഹല്ലേലൂയ. എന്തിനാ ശക്തി വരുന്നത്? അത് ചിലത് നിന്നെ തൊടാൻ വരും, അതിനെ അവിടെ നിൽക്കാൻ പറയാനുള്ള അധികാരം. ഹല്ലേലൂയ. ഈ സ്ട്രൈറ്റ് ഇരിക്കുന്ന മോളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. ഇപ്പോൾ വന്ന സ്തോത്ര കുഞ്ഞിനോട് സ്തോത്ര. ഹല്ലേലൂയ. പേരെന്നാ? ആശ. സ്തോത്ര. ഒരു വലിയ സ്തോത്രം ചില വിഷയത്തെ അതേ സ്തോത്രം നിർത്താൻ, ചിലതിനെ അതേ സ്തോത്രം നിയന്ത്രിക്കാൻ, ചിലതിനോട് കൽപ്പിക്കാനുള്ള ഒരു അധികാരം ദൈവത്തിന് ഫലമേൽപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ റോധലോ ശബന ഹലഗദന അത്തേ റവച്ചകൾ ധനരഗദന ശബ രഗൽഖദനി അംദൽദേ റവനഗദോ ശഗദ റവത്തന ശക്തി. ചിലതിനോട് നിന്നതെ സ്തോത്രം കൽപ്പിക്കുവാനുള്ള ഒരു അധികാരത്തിന്റെ
ഇന്ന് പകൽ നീ ആത്മാവിൽ നിന്റെ വീടിനകത്ത് അത് ചിലതിനെ നിന്നെ വേട്ടയാടുമെന്ന് പറയുന്ന, അത് ഭാരപ്പെടുത്തുമെന്ന് പറയുന്ന ചിലതിനെ അത് നിർത്താൻ ഒരു അധികാര കൈമാറ്റം ഇന്ന് പകൽ വേളയിൽ ഇതിനകത്ത് നിന്റെ മേൽ കർത്താവ് അയക്കുകയാണ്. ഇന്ന് പകൽ ഈ ആരാധനയിൽ അതേ നീ വെറുതെ വന്നതല്ല, പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവന്നതിനാൽ അശ്യോട് അത് ഇന്ന് പകൽ വേള അത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്നെ ഒരു അനുഗ്രഹം മാത്രമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ അത് മേടിച്ച് വാങ്ങിച്ചുകൊണ്ട് അത് സ്തോത്ര കർത്താവേ അത്ഭുതപ്പെന്റെ മേൽ വീണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടാണ്. ഹല്ലേലൂയ. ബോധിച്ചവരെ അവൻ വിളിച്ചോടെ മേൽ കർത്താവ് ഭരമേൽപ്പിക്കാനിടയായി തീർന്നു. അല്ലേ? വ്യാധികളെ പുറത്താക്കാൻ, അതേ രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ദൈവങ്ങളുടെ മേൽ അതേ നൽകിക്കൊടുത്തു. ആണോ? ഹല്ലേലൂയ. അടുത്തത് നമുക്ക് വായിക്കുമ്പോൾ അതോടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അതിവിടെ അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ഭാഗം എന്താണ്? അതേ 9-ാമത്തെ അധ്യായം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്. വഴിയിൽ വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്. ഇന്ന് പകൽ കരുതുവോ? കർത്താവ് കരുതുവെന്ന് വിശ്വാസമുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ആമേൻ. എവിടെയൊക്കെ ദൈവം കരുതും. ഹല്ലേലൂയ. നിനക്ക് പൊക്കണം സഞ്ചി ഇല്ലെങ്കിലും, നിന്റെ കയ്യിൽ വടിയില്ലെങ്കിലും, അവിടെ ഒരു രീതിയാണ് വടി കയ്യിൽ കൊണ്ടുപോകുക എന്നുള്ളത്. വടി ഇതാണ് മുൻപോട്ട് പോകുമ്പോൾ പലതിനെയും എന്താണ് അവിടെ കാര്യങ്ങളെല്ലാം ഒരു വടിയും നമുക്കറിയാം. മോശം തൊട്ടുള്ള വടിയെ കുറിച്ച് നമുക്കറിയാം. വടി ചിലതിനെയൊക്കെ എന്താണ് അതേ സ്തോത്രം ചിലതിനെയൊക്കെ വകഞ്ഞു മാറ്റി മുൻപോട്ട് പോകാൻ വടി. ഹല്ലേലൂയ. അടുത്തത് എന്താണ്? അപ്പം. എടുക്കരുത്. എങ്ങനെയാ പിന്നെ പോണ്? കരുതുന്ന ഒരു ദൈവ കുഞ്ഞ് നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. എന്താ ഞാൻ ഈ ഇതിലേക്ക് വന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ബോധിച്ചവനെ വിളിച്ചവന്റെ മേൽ എന്താണ് അധികാരവും ശക്തിയും ദൈവം കൊടുത്തു. ശക്തിയും അധികാരം, ഇത് മനസ്സിലായി. ശക്തിയും അധികാരവും കൊടുത്തിട്ട് അടുത്ത ഇതാണ്, നിങ്ങൾ പോകുമ്പോൾ ഇതൊന്നും എടുക്കരുത്. നിങ്ങളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെല്ലാം നിങ്ങൾ തന്നു വിടും അല്ലേ? ഒരു സ്ഥലത്തേക്ക് പോവുക, ഒരു ഇന്റർവ്യൂവിന് പോവുക അല്ലേ? ഇലവാട്ടി, ചോറിട്ട്, മുട്ട അച്ചാർ വെച്ച് അല്ലേ, ബീട്രൂട്ട് തോരൻ വെച്ച്, തേങ്ങ ചമ്മന്തി വെച്ച് അല്ലേ, അതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ച്, ആരോ പറയുന്നത് കുറച്ചുകൂടെ പറയാനായിട്ട്, ഞാൻ പറയുന്നില്ല, ഉപവാസത്തിൽ നിൽക്കുക. മടക്കി ആ ഇല വാട്ടിയത് മടക്കി എന്ത് ചെയ്യുന്നുണ്ട്, അത് മനോരമ പേപ്പറിനകത്ത് പൊതിഞ്ഞ് അതില് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കൈ കൊടുത്തു, കുപ്പിക്കകത്ത് വെള്ളവും കൂടെ കൊടുത്തു വിട്ട് പറയാണ്, പോകുന്ന വഴിക്ക് എന്ത് ചെയ്തോളൂ, ട്രെയിനിലാണോ കഴിച്ചോണം കേട്ടോ. ട്രെയിനിലൊക്കെ പണ്ട് പോകുന്നവർക്ക് എന്താണ് മഞ്ഞച്ചോറ് അല്ലേ, നമ്മളിപ്പോ പിന്നെ പേരൊക്കെ മാറ്റിയുണ്ടാവും, ലെമൺ റൈസ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ, പണ്ട് പറയുന്ന മഞ്ഞച്ചോറൊന്നും അല്ലെ, ഈ മഞ്ഞച്ചോറ് അല്ലെ, ഇപ്പൊ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയല്ലോ അല്ലെ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. അതുകൊണ്ട് ലെമൺ റൈസും ഒക്കെ ആയാൽ നമുക്ക് കൊടുത്തു വിടും വീട്ടിൽ നിന്ന് അല്ലെ. ഇതെന്ത് ചെയ്യണം, 2 ദിവസം അതിൽ അഴുക്കാകത്തിൽ അങ്ങനെ കഴിച്ചോറൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒന്ന് കൈ ഒക്കെ കൈ ഉയർത്താനായിട്ട് സ്വോത്രം, എത്ര പേരാ എന്റെ കർത്താവ്. എന്ത് ചെയ്തു, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നു വിടുക അല്ലെ. എന്താ നമ്മുടെ വീട്ടുകാർക്ക് അറിയാം, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണുന്ന സ്നേഹം ഇവന് കാണത്തില്ല, ഇപ്പൊ കാണുന്ന ഇവിടെ കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഉമ്മ കൊടുത്തേച്ച് പോകുന്നവർ എന്ത് ചെയ്യുന്നു, ട്രെയിനിലിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ അമ്മ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയും എന്നതുകൊണ്ട് എന്ത് ചെയ്യാണ്, വിശന്നിട്ട് എന്താണ് അവിടെ കിടന്ന് നിലവിളി ഉണ്ടാകേണ്ടത് വിചാരിച്ച് തന്നുവിടുക. അപ്പോൾ അതൊക്കെ കഴിച്ചാണ് നമ്മൾ പോയത്. പക്ഷേ കർത്താവ് പറഞ്ഞേക്കും എങ്ങനെയാ, പൊക്കണ എടുക്കരുത്. പിന്നെ എന്താ എടുക്കരുത്, 2 ഉടുപ്പരുത് അല്ലേ. നമ്മളൊക്കെ 2 ഉടുപ്പ് അല്ലേ, എത്ര എണ്ണ കൊണ്ടുപോകുന്നത് അല്ലേ. ചെന്നിട്ടൊന്നിടാൻ, വണ്ടിയെ വെച്ചൊന്ന് മാറാൻ, വെളിയിലിറങ്ങി ഒന്നിടാൻ അല്ലെ, തിരിച്ചു പോരുമ്പോ ഒന്നിടാൻ, രാവിലെ ഒന്നിടാൻ, അതെ സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ മറ്റൊന്നിടാൻ അല്ലെ. എന്തെല്ലാം പദ്ധതികളുമായിട്ട് നമ്മൾ പോണേ പ്രിയപ്പെട്ടവരെ. ഇതൊന്നും എടുക്കരുത്. എന്താ ഇത് പറയാൻ കാരണം? ഹല്ലേലൂയ. പറയാൻ കാരണം എന്നാ,
എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എടുക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് എടുക്കാനുള്ളത് ഇല്ലെന്നുള്ളത് എനിക്കറിയാം. ഇന്ന് ദൂതിലേക്ക് നിങ്ങളൊന്ന് വന്നാണ്. സഹോദരം, മനസ്സിലായോ? പത്രോസെ നീ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ എടുക്കുന്നുള്ളൂ? എന്താ എടുക്കുന്നുള്ളൂ? എന്താ എടുക്കുന്നേ? പണ്ടത്തെ ഫോറിൻ മുണ്ടില്ലേ, നമ്മുടെ സ്പ്രിംഗ് പോലെ വെള്ളോട് കയറി നിൽക്കുന്നത്, മുട്ട് വരെ നിൽക്കുന്നത് അല്ലെ, പണ്ടച്ചായന്മാർക്ക് കൊണ്ട് കൊടുക്കുന്നത് അല്ലെ, ഗൾഫിൽ നിന്നൊക്കെ എല്ലാവരും കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു മുണ്ട് ഇങ്ങനെ നനച്ചിട്ടിട്ടുണ്ട് പത്രോസ് വെളിയിൽ അയ്യൻ. പിന്നെ ആ ചുമന്ന തോർത്തുണ്ടല്ലോ അല്ലെ, അതിന്റെ മുഴുവൻ റൗണ്ടാ. കാരണം മീൻ പിടിക്കാൻ പോകുമ്പോൾ തലേ കെട്ടുന്ന ഇത് രണ്ടും എടുക്കാനുള്ളൂ പത്രോസ്. പിന്നെ നിനക്കൊന്നും എടുക്കാനില്ലെന്നും കൂടെ ദൈവത്തിന് അറിയാമെന്നും പറയുന്ന ഈ വിളിയുടെ ശ്രേഷ്ഠതയോർത്ത് ഇന്നും പകലൊന്ന് സ്തോത്രം ചെയ്തേ. നിനക്കിത് എടുക്കാനില്ലെന്നേ ഞാൻ പറഞ്ഞ ആശ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാനിന്ന് എന്റെ ഒരു ലളിതമായ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആശയത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പത്രോസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. ഇത് മാത്രമേ ഈ പത്രോസിന് എടുക്കാനുള്ളൂ. ബർത്തലോമ എന്താ എടുക്കാനുള്ളേ? ആ മുഷിഞ്ഞി അങ്കി അല്ലാതെ മാറിയിട്ടത് വീണ്ടും എടുത്താനുള്ളത് എന്റെ കയ്യിലൊന്നുമില്ല. ഓ യാക്കോബേ, എനിക്കും അങ്ങനെ തന്നെയാ. അന്ത്രയോസേ, എനിക്കും അങ്ങനെ തന്നെയാ. അപ്പാ, ഇന്ന് പകൽ അങ്ങനെ കരയുന്ന ആരോ ഇതിനകത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഉടുപ്പിനെയും പൊക്കണത്തെയും കരമടിക്കാൻ കഴിയുന്നവർ കരമടിച്ചുകൊണ്ട് പറ, ഈ വിളിയുടെ ശ്രേഷ്ഠതയ്ക്കായി. ബോധിച്ചിട്ടാ എന്നെ വിളിച്ചത്. ആർക്കും ബോധിക്കണ്ട, ആർക്കും മനസ്സിലാകണ്ട, ആർക്കും ഇഷ്ടപ്പെടണ്ട എന്നെ. പക്ഷെ എനിക്ക് സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടല്ലോ. എന്നെ സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടതാ എന്റെ ജീവിതത്തിന്റെ ഭാഗ്യാവസ്ഥ. മനസ്സിലായോ പ്രിയപ്പെട്ട ദൈവമക്കളെ? അതെ, ഇതൊന്നും നീ എടുക്കണ്ടെന്ന് പറഞ്ഞ് എന്താ എനിക്ക് മനസ്സിലായത്? എടുക്കാനൊന്നുമില്ലപ്പോ. കാരണം നീ വിളിച്ചപ്പോൾ വിശ്വാസം മാത്രം കൈമുതലായി ഇറങ്ങിപ്പോന്നതാ. അല്ലേ, നിനക്ക് വേണ്ടതെല്ലാം നിന്റെ വഴിത്താരകളിൽ നൽകുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒന്നും കുഞ്ഞ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. ഇന്നത്തെ വേദനകളുമേൽ നിനക്കൊരധികാരം ദൈവം തന്നിട്ടുണ്ട്. പവർ ആൻഡ് അതോറിറ്റി ദൈവം നിന്റെ മേൽ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അതിന്മേൽ ഉറപ്പോടെ നിന്ന് പ്രാർത്ഥിക്കാൻ. ക്ഷീണിച്ചു പോയി അത് തളർന്നിരുന്ന് പ്രാർത്ഥിക്കാനല്ല, ധൈര്യത്തോടെ കരമുയർത്തി പ്രാർത്ഥിക്കണം. എന്റെ ദൈവമേ, എന്നെ അവിടുന്ന് ഈ വിഷയത്തിനകത്ത് നിന്ന് പുറപ്പെടുവിക്കുന്ന ദൈവത്തിനൊക്കെ ഞാൻ സ്തോത്രം ചെയ്യും. ഭാരപ്പെടുന്നുണ്ടല്ലേ? പൊക്കണമില്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലേ? ഉടുപ്പില്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. അപ്പം എടുക്കാനില്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലേ? ആഹാ, പേഴ്സിനകത്ത് നിന്റെ സഞ്ചിക്കകത്ത് ശൂന്യമായി കണ്ടുകൊണ്ട് നീ ഭാരപ്പെടുന്നുണ്ടല്ലേ? കർത്താവ് പറയുന്നു, നീ ഒന്നും എടുക്കണ്ട, നിന്നെ കരുതാൻ ഇന്ന് പകൽ എന്റെ കൈ നിന്റെ കൂടെയുണ്ട്.